പറ്റിക്കാൻ പറ്റും, ഉമ്മാനെ പറ്റിക്കാൻ പറ്റും, നാട്ടുകാരുടെ കണ്ണ് പറ്റിക്കാൻ പറ്റും, ഭർത്താവിനെ പറ്റിക്കാൻ പറ്റും, ഭാര്യയെ പറ്റിക്കാൻ പറ്റും. ആരെയൊക്കെ കണ്ണ് പറ്റിക്കാൻ നോക്കിയാലും അല്ലാഹ് കാണുന്നുണ്ടെന്നുള്ള ചിന്ത വേണേ. അല്ലാഹുടെ കണ്ണ് വെട്ടിക്കാൻ പറ്റില്ലല്ലോ. പടച്ച റബ്ബ് കണ്ടുകൊണ്ടിരിക്കുമ്പോ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അത് സാധാരണ ഒരു പാപമല്ല, അത് അഹങ്കാരമാ. അല്ലാഹ് കണ്ടാൽ എനിക്കെന്താ, അല്ലാഹ് കണ്ടാൽ എനിക്കെന്താ. നാശമാമോനെ, നാശമാ പെങ്ങള്. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ അല്ലാഹ്, ആ അല്ലാഹുടെ കണ്ണിന്റെ മുമ്പിൽ ഇരുന്നിട്ട് പരസ്യമായി ചെയ്യുമ്പോ ധൈര്യമുണ്ടോ? വാപ്പയുടെ മുമ്പിലിരുന്ന് ചെയ്യാ, ഉമ്മാടെ മുമ്പിലിരുന്ന് ചെയ്യാ. നിനക്ക് പേടിയല്ലേ? എന്നാ നിന്നെ പടച്ച അല്ലാഹ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വല്ലാത്ത ചങ്കൂറ്റമാ, അത് നാശമാമോനെ, അത് അഹങ്കാരമാമോനെ. അഹങ്കരിച്ചവരെ മുഴുവനും അല്ലാഹു തകർത്ത ചരിത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സാന്ദർഭികമായി പറയുകയാ, അല്ലാഹ് ആരാണെന്ന് പഠിച്ചോ. ഇന്നത്തെ സമൂഹത്തിന് അല്ലാഹ് ആരാണെന്നറിയില്ല. ഒരാൾക്കും അല്ലാഹനെ കുറിച്ച് അറിയില്ല. അല്ലാഹനെ അറിയേണ്ടതുപോലെ അറിയണേ. അല്ലാഹുവിന്റെ 99 സിഫത്തുകളുണ്ടല്ലോ, അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്ന 99 നാമങ്ങളുണ്ടല്ലോ. അതൊന്ന് പഠിക്ക് ചെറുപ്പക്കാരാ, അതൊന്ന് പഠിക്കു പെങ്ങള്.